ഹലോ ഗായ്സ്, അപ്പോൾ അതേ ഇപ്പോൾ 5 മണി കാലത്ത് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടു. ബോയ്ക്കോട്ട് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് CSK ജയിക്കുകയാണെങ്കിൽ അത് 2-3 പേര് യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടു. അതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നലത്തെ മാച്ച് രാജസ്ഥാനും CSK ആണ് നടന്നിരുന്നത്. അപ്പോൾ രാജസ്ഥാൻ CSKക്ക് ഇനിയുള്ള മാച്ചുകൾ ജയിച്ചാലേ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനത്തെ നിലയിലാണ് നിൽക്കണം. അപ്പോൾ CSKക്ക് എന്തായാലും ജയിക്കണം. പക്ഷെ രാജസ്ഥാൻ്റെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ്റെ ടീമിൻ്റെ ബാറ്റിംഗ് ഓർഡറുടെ ശൈലി ഇങ്ങനെ മുട്ടി ടെസ്റ്റ് കളിക്കുന്ന ശൈലിയല്ല. സഞ്ജു എന്നൊക്കെ പറഞ്ഞാൽ സഞ്ജുവിൻ്റെ കളി കണ്ടറിയാം. വരിക അടിക്കുക പോവുക, നിന്നാ നിന്നു, നിന്നില്ലെങ്കിൽ നിന്നില്ല, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള സഞ്ജു വരെ ഇന്നലെ ഭയങ്കര പതുക്കി കളിച്ച കളി എന്ന് വെച്ചാൽ അതിപ്പോൾ സഞ്ജു കളിച്ച കളി 19 ബോളിൽ നിന്ന് 15 റണ്ണാണ് എടുത്തത്. അപ്പം എല്ലാവരും പറയും പിച്ചിന്റെ പ്രശ്നം, ചിലപ്പോൾ പിച്ച് ബോളിംഗ് പിച്ച് ആയതുകൊണ്ട് അങ്ങനെ. ഓക്കെ, അങ്ങനെ പറയണവർ പറഞ്ഞോട്ടെ, ഞാൻ അതിനെ തർക്കിക്കാനൊന്നും വരുന്നില്ല. ബോളിംഗ് പിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച കളി ഇവിടെ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു CSK ആ ഫസ്റ്റ് ഇന്നിങ്സ് കഴിയാനായിട്ട് മുമ്പേ പറഞ്ഞു ഇത് രാജസ്ഥാനെ തോക്കും, CSK ജയിക്കും. CSK ഇങ്ങനെ ജയിക്കുന്നറിയില്ല, ചിലപ്പോൾ ലാസ്റ്റ് എന്തെങ്കിലും രസകരമായ ട്വിസ്റ്റ് കൊണ്ടുവന്ന് അങ്ങനെ ജയിക്കുമെന്ന് വിചാരിച്ച. പക്ഷെ അങ്ങനെയൊന്നും ജയിച്ചില്ല, നേരത്തെ ജയിക്കുകയാണ് ചെയ്തത്. എന്താ കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് അവർക്ക് ട്വിസ്റ്റ് കൊണ്ടുവരാന്ന് വെച്ചാൽ ഒരു 5-6 വിക്കറ്റ് നിൽക്കുന്നു, ധോണി വരുന്നു, അടിക്കണു, ജയിപ്പിക്കണു, ഇങ്ങനത്തെ ഒരു ഇതിലാവും. ജയിപ്പിക്കാൻ സാധ്യത ചെയ്യായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. ജയിത്വാ തന്നെ ഫിനിഷ് ചെയ്ത് കളി ജയിപ്പിച്ചു. പക്ഷെ ഈ ക്യാമറയിൽ ധോണിനാണ് ഇവൻ ഫാൻസ് ഉണ്ടാവുക, ഭയങ്കര ഇത് ഈ IPL ഞാൻ ഇത് പറയാൻ കാരണം ഇപ്പൊ IPL നല്ല ബൂസ്റ്റാണ് എല്ലാവരും കൊടുക്കും. IPL ISLന്റെ വാല്യൂ പോയി. ഇപ്പൊ നമ്മൾ ചിലവർ ISL IPL കാണുന്ന ചില ചെറിയ പിള്ളേരോട് നമ്മൾ ISL ആരാ ജയിച്ചതെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. ISL ഇപ്പൊ ആർക്കും വേണ്ട സത്യം പറഞ്ഞാൽ. അത് വെറുതെ കൊണ്ടുവന്ന ആ സമയത്ത് ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇത്ര നാളിന് ശേഷം ISL എന്ന് പറഞ്ഞ സാധനം ആർക്കും വേണ്ട, ഒള്ളി IPL. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതാണ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല. ഈ സംഭവം ക്രിക്കറ്റ് എങ്ങനെ തുടങ്ങിയെന്ന് എല്ലാവർക്കും അറിയാല്ല. ഇംഗ്ലീഷുകാർ ഇവിടെ കളിക്കുമ്പോൾ ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന കളിയാണ് ക്രിക്കറ്റ്. പക്ഷെ നമ്മളത് ഇപ്പോഴും അത് ഫോളോ ചെയ്യണം. നിങ്ങൾ എടുത്തു നോക്ക്, ഈ ഒളിമ്പിക്സിൽ പോലും ഇല്ലാത്ത കളിയാണ് ക്രിക്കറ്റ് ആകെ കുറച്ച് രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ചിലപ്പോൾ പതുക്കെ ഇനി കയറി വരും. ഈ ക്രിക്കറ്റ് ഇനി വളർന്നുകൊണ്ടിരിക്കുക. അത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാ നമുക്ക് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിം തന്നെ കുറെ ബെറ്റിങ്, ഫുട്ബോൾ മാതിരില്ല, കുറെ ബെറ്റിങ്ങും ഭയങ്കര ഇതിൽ കളിക്കുന്ന കളി. എന്നാൽ ഇന്ത്യയിൽ ഭയങ്കര ട്രെൻഡുള്ളത് ക്രിക്കറ്റാണ്. ബാക്കി സ്പോർട്സ് ആർക്കും വേണ്ട. ഫുട്ബോള്, ഹോക്കി, ബാസ്കറ്റ് ബോള്, നെറ്റ് ബോള്, കോർഫ് ബോള്, റെസ്ലിംഗ്, ബോക്സിങ്, കബഡി, ഇതിന്റെ ഒക്കെ ചെറിയ സംഭവങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രോ കബഡി, അതുപോലെ ബാഡ്മിന്റന്റെ ഉണ്ട്, കളി ഉണ്ടായി. വോളിബോളിന്റെ ഉണ്ടായി, വോളിബോൾ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ട് VPL. ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയിൽ. പക്ഷെ ഇതിനൊന്നും ഇങ്ങനെ കളി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആരും ഭയങ്കര സപ്പോർട്ട് ചെയ്യണില്ല. ഒള്ളി IPL എന്ന് പറഞ്ഞൊരു ഇതിക്ക് ട്രെൻഡിക്ക് പോകണം. അത് എന്തുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ IPL കാരണം ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കണത് ഏതൊരു സ്പോർട്സ് ഷോയ്ക്കും കിട്ടുന്നത്. എന്നിട്ട് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് IPL-നാണ്. ISL-ന്റെ ചിലപ്പോൾ ഒരു കളി കാണാൻ കിട്ടുന്നത്, ചിലപ്പോൾ ഒരു കളി കാണാനല്ലോ, 5-6 കളി കാണാൻ കിട്ടുന്നത് ചിലപ്പോൾ ആ ക്രിക്കറ്റിൽ IPL-ന് ഒരു കളിക്ക് കിട്ടും. അത് എന്താണെന്ന് വെച്ചാൽ അതിന് ഞാൻ റീസൺ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം വേൾഡ് കപ്പ് അടിക്കണത് ക്രിക്കറ്റിലാണ്. ആദ്യത്തെ വേൾഡ് കപ്പ് എന്നെടുക്കണം, ഒരു മിനിറ്റ്, 1983 കപിൽ ദേവ് പോയി. 1983 ആണോ 84 ആണോ? ജൂൺ 25 കപിൽ ദേവ് അവിടെ പോയി അടിച്ചു കൊണ്ടുവന്ന കപ്പ് പിന്നെ നമ്മൾ എടുക്കുന്നത് 2011-നാണ്. അത് പോട്ടെ, അത് കളിയുടെ ഓരോ ഇത് നമ്മൾ ഫൈനലിൽ വരും, പക്ഷെ തോക്കും.
എന്നിട്ട് 2011 എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ വട്ടത്തെ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ വന്നു. പക്ഷെ നമ്മൾ ഓസ്ട്രേലിയ ആയിട്ട് തോറ്റു. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ക്രിക്കറ്റ് ഇല്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റില്ല. ക്രിക്കറ്റിന്റെ ബാക്കിൽ ഏറ്റവും കൂടുതൽ ബെറ്റിംഗ് നടക്കുന്നത് ക്രിക്കറ്റില്ല. ബെറ്റിംഗ് അതിൽ എന്ത് കാര്യങ്ങൾ നടക്കുന്നത് ക്രിക്കറ്റില്ല. ഇന്നലത്തെ കളിയുടെ അനാലിസിസ് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇന്നലത്തെ കളി ഒരു മിനിറ്റ്. ഇന്നലത്തെ കളി രവി വന്ന പാടാ ചെന്നൈയുടെ ബാറ്റിംഗ് ലൈനപ്പ്. ശുഭൻ ഡൂബി അല്ലാട്ട ഡൂബി. മറ്റേ 29 വയസ്സ് രാജസ്ഥാനിലുള്ള പ്ലെയറാണ്. ഇവന്റെ ഈ വിക്കറ്റ് ഞാൻ പോണത് കണ്ടതാ. ഇവൻ ബാറ്റിങ്ങിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞ് അവൻ ബാറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ബോളാണ്. അതൊരു സ്ലോ ബോളായിരുന്നു. സ്ലോ ബൗൺസർ മാതിരി രീതിയിലത്തെയായിരുന്നു. പക്ഷെ അത് ചിലപ്പോൾ 135 സ്പീഡ് ഉണ്ട്. ഞാൻ പറയുന്നു 135 സ്പീഡിൽ അവൻ ആദ്യം തന്നെ വീശാൻ വന്നു. പക്ഷെ അവനത് പറ്റില്ല എന്നറിയാണെങ്കിൽ അവന് ലീവ് ചെയ്യാണ്. പക്ഷെ അവൻ ലീവ് ചെയ്യാണ്ട് അതാ പോയിന്റ് ഗള്ളിക്കുള്ള ഫീൽഡർക്ക് തൊട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത് അവന്റെ വിക്കറ്റ്. പിന്നെ അങ്ങനെ കുറെ ചെന്നൈയുടെ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഓവറിൽ തന്നെ രണ്ടാമത്തെ ബോൾ കണ്ട് അടിക്കണത് ആ അവിടുത്തെ ഫീൽഡർ ചെറിയ മിസ്സാണ്. ഒരു തപ്പണ മാതിരി നീന്തിയിട്ട് കയ്യിൽ കിട്ടാണ്ട് അത് അവിടെ വിറ്റ് അത് എറിഞ്ഞു കൊടുക്കുന്നു. പിന്നെ ജോസ് ബട്ട്ലർ ആയാലും റൺഔട്ട് ചാൻസ് ചിലപ്പോൾ അവൻ ഡയറക്റ്റ് ഇറ്റ് നോക്കിയതായതാവും. പക്ഷെ ഡയറക്റ്റ് ഇറ്റ് നോക്കാണ്ട് സന്ദീപ് ശർമ്മയ്ക്ക് ചിലപ്പോൾ ആ സമയത്ത് ഇതിൽ ഡയറക്റ്റ് ഇറ്റ്. പക്ഷെ ഇത്ര സമയം ഉണ്ടായി. അതാണ് പറഞ്ഞത്. ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ കളി ഞാൻ ചെറുപ്പം തൊട്ട് ക്രിക്കറ്റ് ഫുള്ള് കാണാറുള്ളതാ. എല്ലാ കളിയും കാണാറുണ്ട്. ഈ സച്ചിൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പോലെ കണ്ടതാ. പക്ഷെ ഇപ്പോൾ കുറച്ച് വലുതായി, കുറച്ച് ബുദ്ധി വെച്ചപ്പോൾ ബാക്കി കളികൾ കണ്ടു തുടങ്ങി. ഞാൻ ISL കാണും, പ്രോ കബഡി കാണും, വോളിബോളിന്റെ പ്രീമിയർ ലീഗ് സ്റ്റാർ സ്പോർട്സിൽ കാണിച്ച അത് കാണും. പിന്നെ ബാഡ്മിന്റൺ ഉണ്ടായി, ഷട്ടിൽ. അതിൻ്റെ ഒക്കെ പേരെന്താണെന്നറിയില്ല. ഇതൊക്കെ തുടങ്ങിയ സംഭവം. പക്ഷെ ഇതൊന്നും ഇപ്പോൾ ആർക്കും അത് തുടങ്ങി അതിൽ റവന്യൂ കിട്ടണ്ടായപ്പോൾ അതാർക്കും വേണ്ട. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ISL നടന്നുകൊണ്ടിരിക്കണേ. ISL ഇനി പതുക്കെ ഇപ്പോൾ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറയാണ് ISL ആർക്കും വേണ്ട. ISL ഇപ്പോൾ വേണ്ട. ISL ഒക്കെ ട്രെൻഡ് പോയി. ISL എന്തിട്ട് ISL ക്വാളിറ്റി പോയി. സത്യം പറഞ്ഞാൽ ഈ ISL IPL ഒക്കെ കൊണ്ടുവരുന്നത് ആരാന്നറിയോ? അംബാനിയാണ് മെയിൻ ആയിട്ട് ഇതിൽ പൈസ ഇറക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ പൈസ ഇറക്കണതിൻ്റെ അല്ല, അംബാനി കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ട് അയാൾക്ക് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് സീസണിൽ സച്ചിൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു. അത് കഴിഞ്ഞ് സച്ചിൻ പോയി. കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ പോലും ഒരു നല്ലൊരു ബ്രാൻഡ് അംബാസിഡർ ഇല്ല. മാനേജ്മെന്റ് ഭയങ്കര സീൻ വന്നിട്ട് ഫൈനലിൽ എത്തും. ഫൈനലിൽ മാനേജ്മെന്റിന് പൊളിക്കുക. ഇതാണ് ISL നടക്കണം. IPL ഇതുപോലെ നടക്കുന്നുണ്ട്. പക്ഷെ IPL എല്ലാവരും കാണും, എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1983 നമ്മൾ വേൾഡ് കപ്പ് അടിക്കണം. 1983 വേൾഡ് കപ്പ് അടിക്കുമ്പോൾ വേൾഡ് കപ്പ് അവിടെ പോയി അടിച്ചു കൊണ്ടുവന്നതാ. അതിനായിട്ട് മുമ്പ് അതിൻ്റെ ഇടയിൽ കുറെ വിഷയങ്ങളുണ്ട്. ക്രിക്കറ്റിനെ ഭയങ്കരമായിട്ട് താഴ്ത്തണു. അത് ഇന്ത്യയുടെ ഉള്ളിൽ നടക്കണതാണ് ക്രിക്കറ്റ്. അത് കഴിഞ്ഞ് പിന്നെ ഇവര് പോയി അടിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ക്രിക്കറ്റ് ഭയങ്കര സംഭവമായി വന്നത്. അതുപോലെ തന്നെ ഫുട്ബോളിലും നമുക്ക് ഒരു വട്ടം ഒളിമ്പിക്സ് കളിക്കാൻ അവസരം കിട്ടിയതാണ്. അത് ട്രാവലിംഗ് എക്സ്പെൻസും നമുക്ക് ഷൂ ഇടാൻ പറ്റാത്തതുകൊണ്ടും ബൂട്ടും അങ്ങനെ കാരണം പറഞ്ഞ് നമ്മളെ വിട്ടില്ല. അത് എവിടെയാ? ചൈനയിലോ. ആദ്യത്തെ ഒളിമ്പിക്സിന് ഏറ്റവും നമുക്ക് അവസരം കിട്ടിയതാണ്. നമ്മൾ അതിനെ വിട്ടില്ല, പക്ഷെ ക്രിക്കറ്റ് കളിക്കാൻ വിട്ടു. ഇതൊക്കെ എനിക്കിതൊന്നും കേട്ടിട്ട് ഒരു പ്ലാനിങ് മാതിരി തോന്നുന്നില്ല. ഞാൻ ഇതൊക്കെ പറയണത് കണ്ട ഇപ്പൊ ഇതൊക്കെ പറയുമ്പോഴേ ഒരു ചരടിലെ പാവ പോലെ അനങ്ങാണ്. ഈ ക്രിക്കറ്റ് ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി സ്പോർട്സ് വളരും. പക്ഷെ ക്രിക്കറ്റ് ഇന്ത്യയിൽ നിന്ന് പോവാൻ പാടില്ല. അത് ആർക്കാ വേണ്ടേ? എന്തിനു വേണം? എന്താണ് അവർ ഉദ്ദേശിക്കണേ? ക്രിക്കറ്റ് കൊണ്ട് മാത്രം ഇന്ത്യയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യ ഒളിമ്പിക്സിൽ വന്ന ചൈനേനെ വെട്ടിക്കാനുള്ള ആൾക്കാരും ആൾബലവും ബുദ്ധിയും എല്ലാം ഉണ്ട്. ചൈനേനെ വേണമെങ്കിൽ വെട്ടിച്ചളയാം അജിത്. പക്ഷെ അതെന്തോ ഓർഗനൈസ് ആവണില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ പണ്ടത്തെ ഒരു ഇതാ. പണ്ട് ഇവരെ
പണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ വരുമ്പോൾ വിതച്ചിട്ട് പോയൊരു സാധനമുണ്ട്, ജാതി. അതുപോലും നമുക്ക് എടുത്തു കളയാൻ പറ്റിയിട്ടില്ല. ആ ജാതി സംസാരം അല്ലെങ്കിൽ ഇത് അത് അങ്ങനെ അത് അവർക്ക് എടുത്തു കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ പണ്ട് ഇട്ടിട്ട് പോയൊരു സംഭവമാണ് ഈ ക്രിക്കറ്റ്, ബ്രിട്ടീഷുകാർ വന്നിട്ട്. അത് വന്നിട്ട് നമ്മ കളിക്കുന്നത് ശരിയാ, ഒരു 10 എത്ര രാജ്യമുണ്ട് കൂടിയ 32 ടീം കൂട്ടിക്കോ. ക്രിക്കറ്റില് 32 ടീം ഉണ്ടാവുള്ളൂ. ഞാൻ വേണമെങ്കിൽ ഒരു 10 ടീം, ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, പിന്നെ ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, പിന്നെ നെതർലാൻഡ്സ്, അയർലൻഡ്, UAE, കൂടി വന്ന 16, 32 ഇപ്പൊ കുറെ രാജ്യങ്ങളിൽ വരുന്നുണ്ട് ക്രിക്കറ്റ് ഭയങ്കരമായിട്ട്. പണ്ടുണ്ടായ കുറെ രാജ്യങ്ങൾ ക്രിക്കറ്റ് നിർത്തി. പണ്ട് നമ്മൾ കിനിയ ഉണ്ടായിരുന്നു, പിന്നെ ബർമുഡല്ല, അയ്യോ അങ്ങനെ കുറച്ച് ടീമുകളുണ്ട്. അവരൊക്കെ ക്രിക്കറ്റ് നിർത്തി. പക്ഷെ നമ്മ നിർത്തിയിട്ടില്ല, നമുക്ക് നിർത്താനും പറ്റില്ല. അതാണ് ഏറ്റവും വലിയ തമാശ. അതാണ് നമുക്ക് എന്തുകൊണ്ട് ക്രിക്കറ്റ് നിർത്താൻ പറ്റണില്ല. എന്താ കാരണം വെച്ചാൽ ക്രിക്കറ്റ് നിർത്തിയാൽ നമ്മുടെ സാമ്പത്തിക നില ചിലപ്പോൾ തകരും, ചിലപ്പോൾ ഇതുണ്ടാവും, വിപ്ലവം ഉണ്ടാവും. ക്രിക്കറ്റ് ഫാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാൻസാണ്. ഞാൻ ഉദാഹരണം ഇന്നലെ നടന്ന കളി എനിക്ക് കണ്ടിട്ട് തോന്നിയതാണ്. ഞാൻ ലാസ്റ്റായിട്ട് ഞാൻ വിചാരിച്ചു ഒരു വിക്കറ്റും കൂടി പോവും. അപ്പൊ ധോണി വന്നു ലാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 17ാമത്തെ ഓവറായപ്പോഴാണ് ഒരു വിക്കറ്റ്, 17.1 ഒരു വിക്കറ്റ് പോയത്. അത് കഴിഞ്ഞിട്ട് ഇമ്പാക്ട് പ്ലെയറിനെ ഇറക്കി. അവന്റെ പേര് റിസീവ്. അവൻ നല്ല അവൻ നല്ല പ്ലെയർ എന്ന് വെച്ചാൽ നിന്നടിക്കും, അങ്ങനത്തെ ടൈപ്പ് അടിമൈൻഡ് പ്ലെയറാണ്. അപ്പോ അവൻ വന്നു. അവൻ വരണേന്റെ അല്ല ഞാൻ പറഞ്ഞത്, അവൻ ഇമ്പാക്ട് പ്ലെയർ ആക്കി ഇറക്കി. പക്ഷെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ധോണി ഇറങ്ങി ഫിനിഷ് ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. പക്ഷെ എന്നിട്ട് ലാസ്റ്റ് എത്തിയപ്പോ ലാസ്റ്റ് കളിയപ്പോ 5 റൺ ജയിക്കാൻ അല്ലെങ്കിൽ 9 റൺ ജയിക്കാൻ എഴുത്തുവാദിൽ നിന്ന് കളിക്കാണ്. അപ്പൊ ഈ ധോണീനെ ഈ ക്യാമറ ഫേസിൽ കാണിക്കുമ്പോ എല്ലാവരും ഫാൻസ് എല്ലാരും ഭയങ്കര ധോണി എന്ന് പറഞ്ഞാൽ സത്യം ഞാൻ പറയട്ടെ, ധോണി ആയാലും ഏത് പ്ലെയർ ആയാലും കഴിവുണ്ട്, ശരിയാ, കഴിവില്ലാണ്ട് അവിടെ എത്താൻ പറ്റില്ല, എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷെ ഒരാളെ മാത്രം സച്ചിന്റെ സ്റ്റോറി എന്തുകൊണ്ട് സിനിമയാക്കിയില്ല? സച്ചിന്റെ സ്റ്റോറി ഒരു ഡോക്യുമെന്ററി പോലെ പിടിച്ച, പക്ഷെ ധോണിയുടെ സ്റ്റോറി ഒരു സിനിമയാക്കി. എന്തുകൊണ്ടെന്നല്ല, സച്ചിന്റെ സ്റ്റോറി എന്ത് സിനിമയാക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ പോട്ടെ, യുവരാജിന്റെ സ്റ്റോറി എന്തുകൊണ്ട് സിനിമയാക്കുന്നില്ല? യുവരാജിന് വേണ്ട. ഇതൊക്കെ നിങ്ങൾ മാറ്റാം. ഞാൻ 2010 രാജസ്ഥാനില് ഈ ശ്രീശാന്തിന് ഈ ബെറ്റിംഗ് അല്ല ഒത്തുകളി കളിച്ചിട്ട് പിടിച്ചു. 2010 രാജസ്ഥാനിൽ കളിക്കുമ്പോ തന്നെയാ അത് എന്നിട്ടുണ്ടായെന്ന് വെച്ചാ, അപ്പം ബോളിംഗ് പിച്ചിക്ക് വരുന്നു, ബോളിംഗ് ടൗലുണ്ട്, അത് തുടക്കണ ഈ ടൗല് എല്ലാ പ്ലേയേഴ്സിനും കൊടുക്കും, കളി കാണുന്നവർക്ക്. ആ സാധനം അരയിൽ വെച്ചിട്ട് ബോൾ എറിഞ്ഞു. അപ്പോൾ ആ ബോള് 6 അടിച്ച, അങ്ങനെയാണ് ആ ബോള് 6 അടിച്ചെങ്കിൽ അവന് അങ്ങനെ കോഴക്കളി. അത് നിങ്ങള് വെറുതെ ഗൂഗിളിലോ യൂട്യൂബിലോ അടിച്ചു കൊടുത്താൽ ശ്രീശാന്തിന്റെ കഥ അറിയാം. ആ ശ്രീശാന്ത് അവനങ്ങനെ ചെയ്തിട്ട് അവനെ ക്രിക്കറ്റുകാര് ഭയങ്കരമായിട്ട് അവനെ തഴയല്ല, ക്രിക്കറ്റിൽ നിന്ന് അവനെ ഭയങ്കരമായിട്ട് ജയിലിൽ എടുക്കുക. എന്നിട്ട് ഇതൊക്കെ ചെയ്തു. അന്ന് ശ്രീശാന്ത് മാത്രമല്ല കേട്ടോ, അന്ന് വേറൊരാളും കൂടി ഉണ്ടായി. അവന്റെ പേര് മറന്നുപോയി. അങ്ങനെ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവന്റെ കൂടെ ഉള്ള ആളെ ഇപ്പോഴും വിവരെങ്കിൽ അറിയില്ല, എവിടെ പോയിന്നറിയില്ല. ശ്രീശാന്ത് ഇപ്പൊ അതേ വീണ്ടും മറ്റേ ക്രിക്ടോക്സ് ഇങ്ങനത്തെ ഇതിൽ വരുന്നുണ്ട്. ശ്രീശാന്ത് കുറെ KPL അങ്ങനത്തെ പണ്ടത്തെ ലെജൻസ് കളിക്കണ ഗ്ലോബൽ ഇതെന്ന് പറഞ്ഞിട്ട് ഒരു കളിയൊക്കെ ഉണ്ട്. അതില് 10 ഓവർ കളി, അതില് ശ്രീശാന്ത് ബോൾ എറിയുന്നുണ്ട്. പിന്നെ KPL അല്ലല്ലോ, വേറെന്തോ രഞ്ജി ട്രോഫി അല്ല ഏതിലോ കേരളയ്ക്ക് വേണ്ടി കളിക്കുന്നത് ശ്രീശാന്തിനെ കളിയാക്കുന്നതല്ല, ആള് നല്ല ഗ്രേറ്റ് പ്ലെയർ ആണ്, നല്ല കഴിവുള്ളതാണ്. പക്ഷെ ഇത് കണ്ട അവനെ മാറ്റി നിർത്താൻ വേണ്ടി, എന്ന് വെച്ചാൽ അവൻ വളരുന്ന അറിയണോണ്ടാണ്. അല്ലെങ്കിൽ ശ്രീശാന്തിന്റെ സ്വഭാവം, അവൻ കുറച്ച് അഗ്രസീവാണ്. പക്ഷെ ശ്രീശാന്തിന്റെ അഗ്രസീവ്നെസ് എല്ലാ ക്രിക്കറ്റ് കളിയിലും ഇതുണ്ട്, നമ്മളെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റ് കാര്യം കളിയാക്കണതോ അല്ലെങ്കിൽ ഇങ്ങനെ അതിൽ ട്രിഗർ ചെയ്യാൻ അതിൽ വീണ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ശ്രീശാന്ത്. ചിലപ്പോൾ ഈ കോഹ്ലി ഭയങ്കര അഗ്രസീവ് പ്ലെയറാണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ശ്രീശാന്ത് അഗ്രസീവ് പ്ലെയർ ആയ ആർക്കും ഇഷ്ടമില്ല. അവൻ കോഹ്ലി കാണിക്കുന്നത്, കോഹ്ലിയും ഇത്തിരി അഗ്രസീവാണ്, ഇതൊക്കെ കാണിക്കും. അതാണ് പറഞ്ഞത്. ഇതൊക്കെ എന്തിൻ്റെയൊക്കെയോ
ഭാഗമായിട്ട് വരുന്ന സംഭവങ്ങളാണ്. എന്തിൻ്റെ ഭാഗമാണ് കൂടുതൽ പറയണമെങ്കിൽ അതിന് വേറെ വീഡിയോ ചെയ്യേണ്ടി വരും. ഇതിൽ നിൽക്കില്ല. ഇതിലിപ്പോൾ ഞാൻ വെറുതെ ബ്രീഫായിട്ട് പറഞ്ഞതാണ്. ക്രിക്കറ്റ് ഇന്ത്യയിൽ നിന്ന് പോയാലേ ബാക്കി സ്പോർട്സ് ജയിക്കല്ല, ബാക്കി സ്പോർട്സിനൊരു ഇത് കിട്ടുള്ളൂ. നമുക്ക് ഒളിമ്പിക്സിൽ എന്തെങ്കിലും ആവാൻ പറ്റുള്ളെങ്കിൽ ഇത് പോകണം. ക്രിക്കറ്റ് ഇന്ത്യയിൽ നിന്ന് പോണ്ട, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കൊന്നും ആരും ക്രിക്കറ്റ് കളിക്കാണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്യും. സ്പോർട്സ് ISL ഒന്നും ഒരു വാല്യൂ ഇല്ല. ഇപ്പം ISL പോയി. ഇപ്പം ചവറിൽ കൊണ്ടിട്ട മാതിരിയാണ്. ആദ്യം തുടങ്ങിയപ്പോൾ എന്തൊരു ഇമ്പാക്റ്റാണ്. ISL എല്ലാവർക്കും. IPL കളിക്കുക, IPL കാണുന്നവർ തന്നെ ISL. പക്ഷെ ഇപ്പം ISL ആർക്കും വേണ്ട, IPL മതി. അതുകൊണ്ടാണ് സ്പോർട്സ് വളർന്നത്. ഞാൻ ക്യാപ്റ്റൻ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ ജയസൂര്യാണ് സത്യൻ്റെ ഇത് അഭിനയിച്ച. സത്യൻ എയർപോർട്ടിൽ വെച്ച് മമ്മൂട്ടീനെ കാണുമ്പോൾ സത്യനോട് പറയും, മമ്മൂട്ടി എല്ലാവർക്കും ക്രിക്കറ്റ് മതി, നമ്മളെ വേണ്ട. അപ്പം മമ്മൂട്ടിയുടെ ഡയലോഗ് പറയും, സത്യം ഇതിനൊക്കെ സമയം വരും, ആ സമയം ഉണ്ടാവില്ല. അല്ല, മമ്മൂക്ക ആ സിനിമയിൽ പറഞ്ഞ ശരിയാ. പക്ഷെ ആ സമയം ഇപ്പം ഈ നിലവിൽ ഇനി അത് വരില്ല. ഇന്ത്യയിൽ ഫുട്ബോൾ വളരണമെങ്കിൽ ക്രിക്കറ്റ് തടയാനല്ല, ക്രിക്കറ്റ് കളിച്ചോ, അത് അവരുടെ ഇഷ്ടം. എല്ലാവർക്കും ഞാൻ എല്ലാ കളികളും കളിക്കും. ക്രിക്കറ്റ് നമുക്ക് പറ്റണ എല്ലാ കളികളും കളിക്കുന്നതാണ് സംഭവം. അപ്പോൾ ഈ ക്രിക്കറ്റ് തടയണതിൻ്റെ അല്ല. ക്രിക്കറ്റ് ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് ഫുള്ള് ക്രിക്കറ്റ് കളിയായിരുന്നു. ക്രിക്കറ്റ് എന്ന് വെച്ചാൽ അതായിരുന്നു. ടെസ്റ്റ് കാണും, T20 കാണും, പിന്നെ ബിഗ് ബാഷ് ഉണ്ടായി, പിന്നെ പാകിസ്ഥാൻ്റെ PSL, പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ഉണ്ടായി, പിന്നെ എല്ലാ രാജ്യവും ശ്രീലങ്കയിലുണ്ട് അങ്ങനത്തെ. പിന്നെ തമിഴ്നാട് പ്രീമിയർ ലീഗ് ഉണ്ട്. അതിൽ ഡെൻഡുഗുൾ ഡ്രാഗൺസ് എന്ന് പറഞ്ഞ സ്റ്റാർ സ്പോർട്സിലൊക്കെ കാണിക്കാം. ഡെൻഡുഗുൾ ഡ്രാഗൺസിലത്തെ ജഗദീഷ് എന്ന് പറഞ്ഞ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എനിക്ക് ഇഷ്ടമുള്ള പ്ലെയറായിരുന്നു. അപ്പം അങ്ങനെ അവന് പിന്നെ ഞാൻ IPL ഓപ്ഷനിലൊന്നും കണ്ടില്ല. IPL ഓപ്ഷനിൽ ഒരു വട്ടം വന്നു. IPL ഓപ്ഷൻ വരെ ഞാൻ ഇരുന്ന് കാണാറുണ്ടായതാണ്. പക്ഷെ അതാണ് പറഞ്ഞത്, ഈ കളി മൊത്തം വേറെ ആൾക്കാർ കളിക്കണ മാതിരിയാണ്. ഇന്നലത്തെ കളി ശരിക്കും കണ്ടത് മനസ്സിലാവും. എന്നുവെച്ചാൽ രാജസ്ഥാൻ്റെ ബാറ്റിംഗ് മൈൻഡ് എന്ന് വെച്ചാൽ ഇതല്ല. സഞ്ജു വന്നിട്ട് അടിച്ചില്ല. സഞ്ജു അതിനായിട്ട് മുമ്പത്തെ കളി സഞ്ജു ഔട്ടായത് ഒരു വിവാദത്തിലേക്ക് പോയി. ഞാൻ കുറെ സോഷ്യൽ മീഡിയ റെഫർ ചെയ്തു. അതെന്തൊരു സംഭവം അത് ഒരു ആംഗിൾ കാണിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ പല ആംഗിളിൽ നിന്ന് പെട്ടെന്ന് ഡിസിഷൻ കൊടുത്തു. കുറെ യൂട്യൂബ് ചാനൽ തപ്പിപ്പോയപ്പോൾ എല്ലാവരും പറഞ്ഞാൽ പെട്ടെന്ന് ഡിസിഷൻ കൊടുത്തു. ഞാൻ ആ കളി കണ്ടിട്ടുണ്ടായില്ല, ഒരു ആംഗിളിൽ നിന്നേ കൊടുത്തുള്ളൂ. ഞാൻ കളി കാണാറില്ല. ഞാൻ ഇടയ്ക്ക് ഗൂഗിളിൽ ഒന്ന് സ്കോർ നോക്കും. അപ്പോൾ മറ്റേ ഹൈദരാബാദ് നല്ല അടി ടീമാണ്. അടിയെന്ന് വെച്ചാൽ 9.4 ഓവറിൽ ട്രാവൽസ് ഹെഡും അഭിഷേക് ശർമ്മയും കൂടി ജയിപ്പിച്ചു ആ കളി. അല്ല, അത് ചിലപ്പോൾ പിച്ചിൻ്റെ ആണോ അല്ലെങ്കിൽ ഇനി വരാൻ പോണത് ഇനി ബാറ്റ്സ്മാൻ്റെ ആധിപത്യമാണോ ബോളറിൻ്റെ അത്. പക്ഷെ ബുംറ ഒരു കളിയിൽ 4 വിക്കറ്റ് എടുത്ത്. ബാക്കി ബോളേഴ്സിന് മുംബൈ ഇന്ത്യൻസിൽ അടി കിട്ടിയെങ്കിലും ബുംറ നല്ല അതിൻ്റെ എറിയാണ്. അതൊക്കെ ചിലവരുടെ പ്രത്യേക കഴിവുകളുണ്ടാവും. പക്ഷെ അതിനൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പറയണ എല്ലാവർക്കും ക്രിക്കറ്റ് കളിച്ചാൽ മതി. എന്തിനാണ് എല്ലാവരും ക്രിക്കറ്റിലേക്ക് പോണേ? ക്രിക്കറ്റ് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ മേൽഭാഗം എടുത്തു കഴിഞ്ഞാൽ നോക്കണത് എല്ലാവർക്കും ക്രിക്കറ്റ്. ISL ഉണ്ട്. ISL പുതിയ ടീമുകൾ, I ലീഗിൽ നിന്ന് വന്ന ടീം ഈസ്റ്റ് ബംഗാൾ FC, അത് കഴിഞ്ഞാൽ വേറെ ജംഷഡ്പൂരല്ല, ATK അങ്ങനെ കുറെ ടീമുകൾ. ATK ആയിരുന്നു, ഇപ്പൊ ATK മോഹൻ ബഗാൻ ലെഗസി അവർ ചേർത്തി. മോഹൻ ബഗാനൊക്കെ പണ്ടത്തെ ഭയങ്കര ഇതാണ്. ഈസ്റ്റ് ബംഗാൾ ആയാലും അവർ ഭയങ്കര റൈവൽസ് ആണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്നിട്ടും ISLന് ഇത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റണില്ല എന്ന് ആർക്കും മനസ്സിലായി. അംബാനിയാണല്ലോ ഇതൊക്കെ സംസാരിക്കുന്നത്. അംബാനിക്ക് മനസ്സിലായി എന്നാണ് അംബാനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പതുക്കെ ആള് ISLൽ നിന്ന് വിരലങ്ങോട്ട് നിർത്തി. ആള് ഫസ്റ്റ് കൊള്ളത്തിലൊക്കെ ഉണ്ടായ അത്ര ഇത് ISLന് പതുക്കെ അതിന്റെ ക്വാളിറ്റിയോ എന്തെങ്കിലും ഒക്കെ കുറച്ച് ഭയങ്കര റഫറികള്. അപ്പൊ ISL കാണല് എല്ലാവരും നിർത്തിച്ചു. എന്നിട്ട് IPLക്ക് കൊണ്ടുവന്നു. IPL ഇപ്പൊ ഭയങ്കര IPL വന്നു കഴിഞ്ഞാൽ ISL ഇപ്പൊ കപ്പടിച്ചു. ചിലവരോട് നമുക്ക് ചെറിയ പിള്ളേർ അല്ലെങ്കിൽ ISLും IPLും കാണുന്ന പിള്ളേരോട് ചോദിച്ചാൽ ചിലവർക്ക് ISL ആരെ കപ്പടിച്ചെന്ന് അറിയില്ല. മുംബൈ സിറ്റി ആണോ ഒന്ന് കപ്പടിച്ചെന്ന്. അത് ISL എന്നും കാണുന്നവർക്ക് വേറെ ചിലപ്പോൾ അറിയണ്ടാവില്ല. ISLന്റെ ഒരു ക്വാളിറ്റി കുറച്ച് കൊണ്ടുവന്ന് ആൾക്കാരെ ISLൽ നിന്ന് അങ്ങോട്ട് പിടിപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ IPL നടക്കണം. IPL ഇപ്പൊ നടന്നാൽ ചിലപ്പോൾ നാളത്തെ മത്സരം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയും, അല്ലെങ്കിൽ ഇന്നത്തെ മത്സരം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയും. അപ്പൊ എല്ലാവരും IPLക്ക് കൊണ്ടുവന്ന ട്രെൻഡ് ഇതൊക്കെ അതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വെറുതെ അനലൈസ് ചെയ്താൽ മതി. ഇതൊക്കെ എന്തിൻ്റെ നമ്മളാണോ കളിക്കണേ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ കൊണ്ട് ഇന്ത്യയിൽ ക്രിക്കറ്റ് മാത്രം മതി എന്ന് ഏതെങ്കിലും രാജ്യത്തെ ആൾക്കാരാണോ വിചാരിക്കണേ? അല്ലെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും ക്രിക്കറ്റിലേക്ക് പോകണം? ബ്രിട്ടീഷുകാർ
ക്രിക്കറ്റ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടുകൊണ്ടാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കളിയാണ് ക്രിക്കറ്റ്. അത് ഇവിടെ വന്ന് ഇട്ടുകൊണ്ട് പോയത് കൊണ്ടാണോ അങ്ങനെ? അതാണോ? അതുകൊണ്ടാണോ? നിങ്ങളൊന്ന് വെറുതെ ചിന്തിക്കും. ക്രിക്കറ്റ് എന്നിട്ട് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും ചാവാൻ നിൽക്കും. ക്രിക്കറ്റിൽ നിന്ന് വേറെ കളിക്ക് ഒരുത്തരും പോകാൻ പറ്റില്ല. റസലിങ്ങിക്കൊന്നും ആർക്കും, കുറെ പേര് റസലിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ സപ്പോർട്ടില്ല ഇന്ത്യ പോയ ഭാഗ്യത്തിന് മെഡൽ അടിച്ചാൽ റസലിങ്ങിലൊക്കെ ചിലപ്പോൾ വെള്ളി, ഗോൾഡ് അതിക്കൊക്കെ എത്താനുള്ള കഴിവുകളുണ്ട്. പക്ഷെ അതൊന്നും ഇന്ത്യക്കാര് അതിങ്ങോട്ട് തഴഞ്ഞു കൊണ്ടുവരാണ്. ഇന്ത്യയിൽ ബാക്കിയുള്ള സ്പോർട്സുകളൊന്നും വളരണ്ട. ക്രിക്കറ്റ് എന്നാൽ ക്രിക്കറ്റ് എത്ര രാജ്യത്തിലുണ്ട്? കൂടി വന്നൊരു 32 കൂട്ടി. 32 എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ എനിക്ക് തോന്നുന്നു ഒരു സെമി 8 ടീം, പ്രീ ക്വാർട്ടർ ഫൈനൽ, റൗണ്ട് ഓഫ് 16 8ഉം 16 ടീം, അത് കഴിഞ്ഞാൽ വരുന്ന ക്വാർട്ടർ ഫൈനലാണോ അത്രയും ഉണ്ടാവുള്ളൂ. ക്വാർട്ടർ ഫൈനല്, പ്രീ ക്വാർട്ടർ, അങ്ങനെ 32 ടീം അത്രേ ഇന്ത്യയിലുള്ളൂ. വേറെ സ്പോർട്സിനൊന്നും ഇന്ത്യയിൽ വളരണ്ട, ക്രിക്കറ്റ് മാത്രം മതി. അങ്ങനെയാണ്. അപ്പൊ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആര് ചെയ്യണു, എങ്ങനെ ചെയ്യണു, എപ്പോൾ ചെയ്യണം, അതിക്ക് രാഷ്ട്രീയ സംസാരം വരാം. അതുകൊണ്ട് അതൊക്കെ അറിയണമെങ്കിൽ യെസ് ഇതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഇനിയും എന്ന് വെച്ചാൽ ക്രിക്കറ്റ് ഇപ്പം ഞാൻ പറഞ്ഞത് ക്രിക്കറ്റിൻ്റെ ഒരു പ്രശ്നമാണ്. ഇന്ത്യയിൽ ക്രിക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് ക്രിക്കറ്റ് വന്നു, അല്ലെങ്കിൽ എന്തിനാണ് ക്രിക്കറ്റ് മാത്രം മതി എന്ന് പറയണേ, എന്തുകൊണ്ട് ആൾക്കാരെ ക്രിക്കറ്റിൻ്റെ ചരടിലിട്ട് പാവളിക്കുന്നുണ്ട്. ബാക്കി സ്പോർട്സിനൊന്നും ഒരു സപ്പോർട്ട് ഇല്ലാത്തത് എന്തിന്? ഇതിനൊക്കെ യെസ് പറഞ്ഞാൽ അടുത്തത് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനൊന്നും ഇടാൻ പറ്റില്ല. ചിലപ്പോൾ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യണതാവും. അപ്പോൾ ഇത് ഇത്രയും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടിയും ഇത് പതുക്കെ സാവധാനം. ഇപ്പതേ സമയം നോക്കിയതേ 5:21. അപ്പോൾ അത്രയും നേരം സംസാരിച്ചു. 21 മിനിറ്റ് ആയി സംസാരിക്കണം. ഞാൻ വീഡിയോ ലെങ്ത് ആക്കണില്ല. അപ്പം ഇങ്ങനെയാണ് ഈ സംഭവങ്ങളിൽ നിന്ന് ഒന്നും മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യയിൽ ക്രിക്കറ്റ് മാത്രം മതി എന്നുള്ള രീതി. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? പണ്ടേ തൊട്ട് ഇന്ത്യ ക്രിക്കറ്റ് മാത്രം കളിച്ചു. ക്രിക്കറ്റ് കപിൽ ദേവ് അവിടെ പോയി അടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ക്രിക്കറ്റിനുള്ള വർഷിപ്പ് അല്ലെങ്കിൽ അത് ഭയങ്കര അത് കഴിഞ്ഞ് 2015 പിന്നെ ഇന്ത്യക്ക് കപ്പടിക്കാൻ പറ്റില്ല. ഫൈനലിൽ വന്നു, ഗാംഗുലി ഫൈനലിൽ വന്നു, പക്ഷേ പരാജയപ്പെട്ടു. അത് പോട്ടെ. അത് കഴിഞ്ഞ് 2011 ഇന്ത്യ കപ്പടിക്കണം, ഭയങ്കര ഇതായി. അത് കഴിഞ്ഞ് 2024 23 ഫൈനലിൽ വന്നു. അത് ഓസ്ട്രേലിയ കപ്പടിച്ചു. അപ്പം ഇത് എന്തുകൊണ്ട് ഇന്ത്യയിൽ ക്രിക്കറ്റ് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇതാണ്. ഏറ്റവും കൂടുതൽ റവന്യൂ കളക്ട് ചെയ്യണത് ഈ ക്രിക്കറ്റിൽ നിന്നാവും. അപ്പം അതുകൊണ്ടാണോ? എന്തുകൊണ്ട്? എല്ലാം ഒരു ഇതാണ്. എന്തിനാണ് ക്രിക്കറ്റ് എന്നുള്ള ചോദ്യത്തിന് എന്തിന് ക്രിക്കറ്റ്? ബാക്കി സ്പോർട്സിന് എന്തുകൊണ്ട് ഇവർ തഴയണം? ബാക്കി സ്പോർട്സ് വളർത്തി കൊണ്ടുവരാൻ കഴിവില്ലാത്തതാണോ ഇന്ത്യ? ഇല്ല, കഴിവുണ്ട്. ഇന്ത്യക്ക് കഴിവുണ്ട്. ഇന്ത്യയിൽ ചൈന ഫസ്റ്റ് ചില ചൈന വരും, പോപ്പുലേഷനിൽ ചൈന ഫസ്റ്റ് വരും, അല്ലെങ്കിൽ ഇന്ത്യ ഫസ്റ്റ് വരും. അങ്ങനെയാണ്. അപ്പം മര്യാദയ്ക്കുള്ള മര്യാദയ്ക്കൊരു പാർട്ടി ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് വരുന്ന കൺട്രിയാണ്. പക്ഷെ ഇത്രയും റിസോഴ്സസും ഇതിനുണ്ടായിട്ട് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു കേരളക്കാരനായതുകൊണ്ട് പറയണതല്ല. സംഭവം ഇത് രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വേറെ ശക്തികൾ ഉണ്ടാവാം. ഇതിനൊക്കെ ചെറിയൊരു ഉള്ളടക്കത്തിൽ പറഞ്ഞു തരാൻ പറ്റില്ല. ഇപ്പോൾ 23 മിനിറ്റ് ഇനി നിങ്ങളിത് കാണില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നലത്തെ കളി കണ്ടപ്പോൾ സത്യം പറഞ്ഞപ്പോൾ വിഷമമായി. ഞാൻ IPL ഞാനൊരു 3 ഞാൻ IPL തുടങ്ങി. ഞാൻ വീട്ടിലെപ്പോഴും ക്രിക്കറ്റ് കണ്ടിരുന്ന ആളാണ്. IPL കണ്ടിരുന്ന ആളാണ്. IPL എൻ്റെ ഇഷ്ടമുള്ള ഷോട്ട് എന്ന് പറഞ്ഞാൽ കട്ട് ഷോട്ട് ഞാൻ എപ്പോഴും കളിക്കും. പക്ഷെ ഞങ്ങൾ കളിക്കണോടത്ത് പോയാൽ ഞാൻ കട്ട് ഷോട്ട് അടിക്കും, ഞാൻ ഔട്ടാവും. അങ്ങോട്ട് പോയാൽ 6 ആയ ഔട്ടാണ്. അത് പൊന്തിപ്പോയി അങ്ങോട്ട് പോയാൽ 6 ആ ഏരിയക്ക് പോയാൽ ഔട്ടാണ്. അവിടെ പന്ത് പറക്കാനോ അതിന് പറ്റാത്തതുകൊണ്ട് അത് ഔട്ടാണ്. പക്ഷെ എനിക്ക് എങ്ങനെ ഇട്ടെന്നാലും ഞാൻ എത്തി പിടിച്ച് കട്ടടിക്കാൻ നോക്കും, ഔട്ടാവും. അത് ചെറിയ ഏരിയയാണ്, ഔട്ടാവും. അങ്ങനെയാണ് എൻ്റെ കളി ശൈലി എന്ന് പറഞ്ഞാൽ. അതുമാതിരി എല്ലാവർക്കും എനിക്ക് ഇതിങ്ങനെ അടിക്കാൻ പറ്റുന്നുണ്ടാവും. എനിക്ക് കട്ടാണ് എപ്പോഴും എൻ്റെ ഒരു ഇത്. അതാണ് പറഞ്ഞത്. എല്ലാവരും ആ സമയത്ത് ഞങ്ങൾ ഭയങ്കര ക്രിക്കറ്റ് കളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഫുട്ബോളായി. പക്ഷെ എല്ലാവർക്കും ക്രിക്കറ്റ് മതി എന്നുള്ള ഇതിലേക്കാണ് ഇന്ത്യയിൽ പോകണം. ബാക്കി സ്പോർട്സ് വളർന്നാലേ എന്തെങ്കിലുമൊക്കെ ഇന്ത്യയിൽ നടക്കുള്ളൂ.
നടക്കാന്ന് വെച്ചാൽ ബാക്കി സ്പോർട്സ് വളർന്നാലേ നമുക്ക് ഒളിമ്പിക്സിൽ അത്യാവശ്യം ഇപ്പോൾ ഫസ്റ്റ് ആവണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒളിമ്പിക്സിൽ പറ്റില്ല. പക്ഷെ പതുക്കെ ഇന്ത്യയിൽ ഡെവലപ്പായി വന്നാൽ ഒരു 25-30 കൊല്ലമാകുമ്പോഴേക്കും ഇന്ത്യ ഒളിമ്പിക്സിൽ ഫസ്റ്റ് വരാവുന്ന 30 ചിലപ്പോൾ സമയം എടുക്കും. 30 കൊല്ലം 40 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ ഒളിമ്പിക്സിൽ ഫസ്റ്റ് ടോപ്പ് 10 എത്താനുള്ള കഴിവുള്ളത് ടീമല്ല ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തണം. ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ ക്രിക്കറ്റ് എന്തുകൊണ്ട് ക്രിക്കറ്റ് മാത്രം, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ? ക്രിക്കറ്റ് മാത്രം ഇന്ത്യയിൽ മതി. ISL കൊണ്ടുവന്നിട്ടുണ്ടായി, പ്രോ കബഡി കൊണ്ടുവന്നിട്ടുണ്ടായി. അങ്ങനെ ഇതിനൊന്നും ഇപ്പൊ ഭയങ്കര ഇതൊന്നും ഇല്ല. ഇവര് ടെലികാസ്റ്റ് ചെയ്യണം തന്നെ. ഇപ്പൊ IPL വന്നാൽ ചിലപ്പോ ഈ പ്രോ കബഡിയും IPL ഒരുമിച്ച് വെക്കാൻ ഒരുമിച്ച് ഒരേ ഡേറ്റിൽ വെച്ചാ ഈ സ്റ്റാർ സ്പോർട്സുകാർ എടുക്കണത് IPL മാത്രം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ IPL കാണാൻ അത്ര ആൾക്കാർ വരും. അത് അവർക്ക് അവരുടെ പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് പരസ്യം കാണിച്ച് അവർക്ക് റവന്യൂ എല്ലാം കിട്ടണത് ഈ ക്രിക്കറ്റിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇതിന്റെ കൂടുതൽ വീഡിയോസ് അറിയണമെങ്കിൽ ജസ്റ്റ് യെസ് എന്ന് കമന്റ് ഇട്ടാൽ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ക്രിക്കറ്റിന്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതിലും കൂടുതൽ പറഞ്ഞാൽ എന്താ, സമയം ഒരു പരിധി വരെ നിൽക്കാണ്. വെറുതെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഹൈലൈറ്റ്സിൽ ചിലപ്പോൾ ആ കളി ഫുള്ള് കാണിക്കില്ല. ഹൈലൈറ്റ്സിൽ നിന്ന് കണ്ടോക്കിയാൽ മതി. ലാസ്റ്റ് ഓവറിലെ ധോണി ഇറങ്ങാൻ പറഞ്ഞ പോലെ പാഡ് ചെയ്ത് ഹെൽമെറ്റ് വെച്ച് നിന്നു. അപ്പോഴേക്കും ധോണിനെ ക്യാമറമാൻ കാണിക്കുമ്പോൾ ഞാൻ വിചാരിച്ച ആ സമയത്ത് ധോണി ഇറങ്ങി വന്ന് ഫിനിഷ് ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും ഗേറ്റ് വാദം അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്. ഇപ്പോൾ ക്രിക്കറ്റ് ചില വ്യക്തികളുടെ ആയാലും ധോണി മാത്രമല്ല, എത്ര ചെന്നൈ എന്ന് പറഞ്ഞാൽ ധോണിയാണ് ഭയങ്കര സംബന്ധിച്ചത്. ധോണി ഒരു പ്ലെയറാണ്. നല്ല ഹെലികോപ്റ്റർ ഷോട്ട് അടിക്കാൻ പറ്റും. ആ ഹെലികോപ്റ്റർ കൊണ്ടുവന്നത് ആളുടെ കൈക്ക് നല്ല കരുത്ത്, ക്യാപ്റ്റൻസി ഭയങ്കര ഇത്. പക്ഷെ അത് കഴിഞ്ഞു. പക്ഷെ എന്നാലും ക്രിക്കറ്റ് തന്നെ മതി അവർക്ക്. ഈ ട്രെൻഡ് ഇങ്ങനെ നിലനിർത്തണം. ട്രെൻഡ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ക്രിക്കറ്റ് മതി, വേറെ ഒരു സ്പോർട്സും വേണ്ടെന്നുള്ള രീതിക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരി, ഞാൻ എൻ്റെ വീഡിയോ നിർത്താണ്. സമയം 5:30 26 മിനിറ്റിന് ഇപ്പൊ തന്നെ വീഡിയോ. ഇനി നിങ്ങളിത് ഫുള്ള് കാണുമോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ ഇനി സംസാരിക്കുകയാണെങ്കിൽ ഈ ടോപ്പിക്കല്ല, ഈ ടോപ്പിക്കിന് അതീതമായിട്ട് രാഷ്ട്രീയം വരും എന്ന് ഞാൻ പറയണില്ല. ചിലപ്പോൾ വരും. രാഷ്ട്രീയം മാത്രമല്ല എല്ലാം വരും. അത് എന്ന് വെച്ചാൽ ഇപ്പോൾ IPL അങ്ങനെ ഒരു കളി നടന്നതിനാണ് ഞാൻ അതിന്റെ പ്രതിഷേധം എന്ന് പറയാൻ പറ്റില്ല. IPL പക്ക ഉടായ്പ് ബാക്കി സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യണില്ല. അതുകൊണ്ടാണ് ഞാൻ ബോയ്ക്കോട്ട് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ഇഫ് CSK എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാറ്റസും സ്റ്റോറി ഇട്ടത്. അതിന്റെ ഇഫ് അല്ല, CSK ജയിച്ചു. അപ്പൊ എന്തായാലും ഇന്ത്യയില് ബോയ്ക്കോട്ട് ചെയ്യാം. ബാക്കി ടിക്ടോക്ക് ബോയ്ക്കോട്ട് ചെയ്യാം, ബാക്കി ആപ്പുകളൊക്കെ ഇന്ത്യ ഇത് ചെയ്തു. പക്ഷെ ഇന്ത്യയിലത്തെ ട്രെൻഡിങ് ആയ ഈ ക്രിക്കറ്റ് മാത്രം കളിക്കണത് എന്തുകൊണ്ട്? ക്രിക്കറ്റ് ഞാൻ ഒരിക്കലും പറയില്ല, ക്രിക്കറ്റ് കളിക്കുന്ന കുറെ പിള്ളേരുണ്ട്, കഴിവുള്ളവരുണ്ട്, അവർ കുറെ അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ അതിന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള യെസ് എന്ന് കമന്റ് ഇട്ടാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബൈ ഗൈസ്. നിക്കാത്ത